Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിംഗ് ലിറ്ററേച്ചറിലെ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അരുൺ കാംബ്ലെ എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ദിസ് പോയം ബൈ അരുൺ കാംബ്ലെ explores the struggle with the identity and language faced by someone from a marginalized community. ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള പുറത്താക്കപ്പെട്ടു പോയിട്ടുള്ള വിഭാഗത്തിലെ ഒരാൾ അയാളുടെ ഐഡൻറ്റിറ്റിയുമായിട്ടും ലാംഗ്വേജുമായിട്ടും ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ദ സ്പീക്കർ ഈസ് കോട്ട് ബിറ്റ്വീൻ ടു കൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ലാംഗ്വേജ്. അദ്ദേഹം ഏത് തരത്തിലുള്ള ഭാഷ സംസാരിക്കണം എന്നതിനെ കുറിച്ചിട്ട് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിമാൻഡുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഏത് സ്വീകരിക്കുമെന്നുള്ള ചലഞ്ചാണ് ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. ട്രഡീഷണൽ ലാംഗ്വേജ് അതിലൊന്ന്, ഹിസ് ഗ്രാൻഡ് ഫാദർ റെപ്രസെൻറ്റിംഗ് ട്രഡീഷൻ ഡിമാൻഡ്സ് ഹി സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി. ഒന്ന് അയാളുടെ പാരമ്പര്യമായിട്ടുള്ള ഭാഷയാണ്, ഭാഷ അല്ലെങ്കിൽ ഭാഷയിലെ പ്രയോഗങ്ങൾ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെയും ഭാഗമായിട്ടുള്ള ഈ ഗ്രാൻഡ് ഫാദർ അവരുടെ ഭാഷ സംസാരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പോസിബിളി എ ലാംഗ്വേജ് ഡീംഡ് ക്രൂഡ് ഓർ ഇംപ്രോപ്പർ ബൈ ഹയർ കാസ്റ്റ്. ഉയർന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾ മോശം ഭാഷ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഷയായിരിക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഡോമിനന്റ് ലാംഗ്വേജ്, ഹിസ് ബ്രാഹ്മിൻ ടീച്ചർ റെപ്രസെൻറ്റിംഗ് ദ ഡോമിനന്റ് സോഷ്യൽ ഓർഡർ എക്സ്പെക്ട്സ് ഹിം ടു സ്പീക്ക് ദ കറക്റ്റ് ലാംഗ്വേജ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ബ്രാഹ്മിൺ ആയിട്ടുള്ള ഈ ഉന്നത ജാതി എന്ന് പറയപ്പെടുന്ന സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ടീച്ചർ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് കറക്റ്റായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാനാണ്, ശരിയായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാനാണ് പറയുന്നത്. ലൈക്ലി സംസ്കൃത് ഓർ എ സംസ്കൃതൈസ്ഡ് വേർഷൻ ഓഫ് ദ ലോക്കൽ ലാംഗ്വേജ്. അത് ഒന്നുകിൽ സംസ്കൃതമാകാം അല്ലെങ്കിൽ അവരുടെ ഭാഷയുടെ ഈ സംസ്കൃതത്തിൻ്റെ എലിമെൻറ്റുകൾ ചേർത്തിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളായിരിക്കാം. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കൺഫ്ലിക്റ്റ്. ഒന്ന്, പാരമ്പര്യമായിട്ട് അവർ സംസാരിക്കുന്ന അവരുടെ ശൈലി, അവരുടെ ഭാഷ അത് സംസാരിക്കണമെന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നു. എന്നാൽ ഈ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ഭാഷ സംസാരിക്കണമെന്നാണ് ഈ ബ്രാഹ്മിൺ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. ദ പോയം ഹൈലൈറ്റ്സ് ദ സെൻസ് ഓഫ് ഏലിയനേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ സ്പീക്കർ. ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ഏലിയനേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അദ്ദേഹം ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഹി കനോട്ട് സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ഹിസ് ഹെറിറ്റേജ് ബിക്കോസ് ഓഫ് ഹിസ് ഹയർ കാസ്റ്റ് ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ഹെറിറ്റേജിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള ഭാഷ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹയർ കാസ്റ്റിലുള്ള ടീച്ചർ അത് അനുവദിക്കുന്നില്ല. ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ ഡോമിനൻ്റ് കാസ്റ്റ് ഫീൽസ് ഇൻഒതൻറ്റിക്. ഇനി ഈ ഡോമിനൻ്റ് കാസ്റ്റിൽ ഉള്ളവർ സംസാരിക്കാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഭാഷ അദ്ദേഹത്തിന് ഒതൻറ്റിക് ആയിട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പലായിട്ട് വേണം മനസ്സിലാക്കാൻ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വ്യക്തി താല്പര്യം കൊണ്ട് ഇയാളോട് ആ ഭാഷ സംസാരിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു സിമ്പലായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹെറിറ്റേജ് ട്രഡീഷൻ പാരമ്പര്യമാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. ആ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകണം, ആ ഒരു കൾച്ചർ സംസ്കാരം നിലനിർത്തണമെന്ന് പറയുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദ ഫൈനൽ ലൈൻ, നൗ ഐ ആസ്ക് യു വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക്. അങ്ങനെ ഈ പോയം അവസാനിക്കുന്നത് ഈ വായനക്കാരോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഏത് ഭാഷയാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നുള്ള ചോദ്യം വായനക്കാരോട് അദ്ദേഹം ചോദിക്കുകയാണ്. ലീവ്സ് ദ റീഡർ വിത്ത് എ പവർഫുൾ ക്വസ്റ്റ്യൻ അബൌട്ട് ദ റൈറ്റ് ടു സ്പീക്ക് വൺസ് ഓൺ ലാംഗ്വേജ് ആൻഡ് ദ സ്ട്രഗിൾ ഫോർ കൾച്ചറൽ ഐഡൻറ്റിറ്റി വിത്തിൻ എ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഈ ചോദ്യം വായനക്കാർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് അയാളുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, സാംസ്കാരികമായിട്ടുള്ള ഐഡൻറ്റിറ്റിയും ലാംഗ്വേജും കീപ്പ് ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യം എന്ന നിലയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയത്തിനകത്ത് തീമായിട്ട് വരുന്നത് ഒരു കാസ്റ്റ് സിസ്റ്റം, ഒരു ഹൈറാർക്കിക്കകത്ത് ഈ മാർജിനലൈസ്ഡ് ആയി പോകുന്ന ആളുകളുടെ കൾച്ചർ, സംസ്കാരം, അതുപോലെ തന്നെ അവരുടെ ട്രഡീഷൻ, പാരമ്പര്യം തുടങ്ങിയവ അവർക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ഈ ഡോമിനൻ്റ് ഗ്രൂപ്പായിട്ടുള്ള സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ സംസ്കാരം ഇവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. ആദ്യത്തേത്,
ക്ലാഷ് ഓഫ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ ഭാഷകൾ തമ്മിലുള്ള ഒരു സംഘർഷം. ദ പോയം പ്രസൻസ് ടു കോൺട്രാസ്റ്റിംഗ് ലാംഗ്വേജസ് റെപ്രസെൻറ്റിംഗ് ട്രഡീഷൻ ആൻഡ് ഡോമിനൻസ്. ഒരു ഭാഷ ട്രഡീഷന് അല്ലെങ്കിൽ പാരമ്പര്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മറ്റൊരു ഭാഷ ഡോമിനൻസിനെ, സമൂഹത്തിലുള്ള ഡോമിനൻ്റ് ഗ്രൂപ്പിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. സൈലൻസ്ഡ് വോയിസ്. The speaker feels pressure to conform to external expectations, leaving his own voice unheard. അതായത് അദ്ദേഹത്തിൻ്റെ ശബ്ദം നിശബ്ദമാക്കപ്പെടുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രയോഗങ്ങൾ എല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് സമൂഹത്തിനകത്ത് ഉയർന്ന വിഭാഗത്തിലുള്ള ആളുകളുടെ ശബ്ദം മാത്രം അവിടെ കേൾക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ലോസ് ഓഫ് ഐഡൻറ്റിറ്റി. The pressure to speak a different language signifies the erosion of the speaker's cultural heritage. അതായത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൾച്ചർ, അവരുടെ സംസ്കാരം അവിടെ നശിപ്പിക്കപ്പെടുകയും ഒരു സമൂഹത്തിനകത്ത് ഡോമിനൻ്റ് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ അവരുടെ സംസ്കാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെയും ഒരു ചിത്രമാണ് നമുക്ക് ഈ പോയത്തിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.